കഥയാരംഭിക്കുന്നത് സട്ടർ എന്ന ചെറുപ്പക്കാരൻ പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സ്കൂളിൽ സട്ടറിന് അത്ര നല്ല പേരൊന്നുമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ പ്രശ്നക്കാരനാണെന്നൊരു ഇമേജ് ആയിരുന്നു. പഠിത്തത്തിലൊന്നും കാര്യമായി ശ്രദ്ധിക്കില്ല. എപ്പോഴും കള്ളുകുടിയും പ്രശ്നങ്ങളും മറ്റുമായിരുന്നു സട്ടറിന്റെ പ്രധാന വിനോദം. സട്ടറിന് കോളേജിലൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. കോളേജിലെ തന്നെ പോപ്പുലർ ഗേൾസിൽ ഒരാളായ കാസിഡി ആയിരുന്നു അത്. ഒരു ദിവസം സട്ടർ തന്റെ കൂട്ടുകാരനൊപ്പം കാറിൽ കറങ്ങുകയായിരുന്നു. ആ സമയം അവരുടെ കാറിനോടൊപ്പിച്ച് മറ്റൊരു കാർ വന്നു. 2 പെൺകുട്ടികളായിരുന്നു കാറിൽ. അവരിരുവരും കാറിലുണ്ടായിരുന്ന സട്ടറിനോടും ഫ്രണ്ടിനോടും ഹലോ പറയുകയും ചെറിയ തോതിൽ ഫ്ലേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാമുകിയൊന്നുമില്ലാത്ത തന്റെ കൂട്ടുകാരന് ആ 2 പേരിൽ ഒരാളെ സെറ്റ് ചെയ്തങ്ങ് കൊടുത്താലോ എന്ന രീതിയിലൊരു ചിന്ത സട്ടറിന് വന്നു. സട്ടർ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അവരേവരും ഒന്നിച്ച് അടുത്തുള്ള ലേക്കിലേക്ക് പോയി. സട്ടറിന്റെ വാക്ചാതുരിയിൽ ആ പെൺകുട്ടികളും അതിന് തയ്യാറായി കഴിഞ്ഞിരുന്നു. കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയുമായി തന്റെ സുഹൃത്തിനോട് ഒരു ബോട്ട് റൈഡിനൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞ് സട്ടർ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം കാറിൽ ഇരിക്കാൻ ആരംഭിച്ചു. മണിക്കൂറുകളോളം അതേ കാറിൽ അവർ കൂട്ടുകാരനും ആ പെൺകുട്ടിയും തിരികെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് കാസിഡി കടന്നു വന്നത്. സട്ടറിന്റെ കൂട്ടുകാരനെ വിളിച്ച് ലൊക്കേഷൻ മനസ്സിലാക്കി എത്തിച്ചേർന്നതാണ് അവൾ. സട്ടർ അങ്ങനെ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം കാറിൽ ഇരിക്കുന്ന കണ്ടതും കാസിഡിക്ക് തീരെ സഹിച്ചില്ല. കാസിഡി അതിന്റെ പേരിൽ വലിയ ബഹളം തന്നെ ഉണ്ടാക്കി. ആ നിമിഷം അവിടെ വെച്ച് തന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നതിനെ പറ്റി പോലും സംസാരിച്ചു. പക്ഷേ അടുത്ത ദിവസം സട്ടർ കാസിഡിയെ കാണാൻ ചെന്നു. തലേന്ന് നടന്ന കാര്യങ്ങൾ അത്രയും സട്ടർ കാസിഡിയോട് എക്സ്പ്ലെയിൻ ചെയ്തു. അതോടെ കാസിഡി ഒന്നലിയുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയ ട്രാക്കിൽ തന്നെയായി. ചെറിയൊരു ഇംപ്രൂവ്മെന്റും റിലേഷൻഷിപ്പിന് വരാതിരുന്നില്ല. കുറച്ച് നാളുകൾ അങ്ങനെ അങ്ങ് കടന്നുപോയി. കാസിഡിയും സട്ടറും റിലേഷൻഷിപ്പിലാണെങ്കിലും പലതരം പ്രശ്നങ്ങൾ അവർക്കിടയിൽ വന്ന് റിലേഷൻഷിപ്പ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഒരു പാർട്ടിയിൽ കാസിഡി സ്കൂളിലെ ഫുട്ബോൾ അത്ലറ്റായ മാർക്കസിനൊപ്പം ഹാങ് ഔട്ട് ചെയ്യുന്നത് സട്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സട്ടർ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയിട്ടും കാസിഡി മാർക്കസിനെ വിട്ടുവരാനോ സട്ടറിനൊപ്പം ജോയിൻ ചെയ്യാനോ തയ്യാറായില്ല. സട്ടറിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച പോലായിരുന്നു കാസിഡിയുടെ പെരുമാറ്റമൊക്കെ. താൻ തേക്കപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ സട്ടറിന് അത് വല്ലാത്ത മനോവിഷമമുണ്ടാക്കിയിരുന്നു. സട്ടർ പിന്നാലെ ഒരു ബാറിൽ പോയി മൂക്കുമുട്ട കുടിച്ചു. അവിടെ കുറച്ച് പെൺകുട്ടികളോട് ഫ്ലേർട്ട് ചെയ്തും മറ്റും തന്റെ വിഷമങ്ങൾ തള്ളിക്കളയാനും എൻജോയ് ചെയ്യാനുമൊക്കെ സട്ടർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അന്ന് മദ്യപിച്ച് മതോന്മത്തനായി സട്ടർ വണ്ടിയിൽ യാത്ര ചെയ്യുക പോലും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ ഒരു പെൺകുട്ടി വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴായിരുന്നു സട്ടർ കണ്ണു തുറക്കുന്നത്. ആരുടെയോ ഗാർഡനിൽ സട്ടർ വീണുകിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. രാത്രിയിലെ ആ യാത്രയിൽ എവിടെയോ അവന്റെ കാറും ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ച പെൺകുട്ടി അവന്റെ ക്ലാസ്സിൽ തന്നെയുള്ള സ്കൂളിൽ പഠിക്കുന്ന എയ്മിയാണ്. എയ്മി പുലർച്ചെ പത്രമിടാനായി ഇറങ്ങിയതായിരുന്നു. എയ്മിയുടെ അമ്മയ്ക്ക് പത്രവിതരണമുണ്ട്. യാഥാർത്ഥ്യത്തിൽ അത് എയ്മിയുടെ അമ്മയുടെ ജോലിയാണ്. പക്ഷെ അമ്മ ഉറങ്ങിപ്പോയതുകൊണ്ട് അവൾ ജോലി ഏറ്റെടുത്ത് വണ്ടിയും എടുത്തിറങ്ങുകയായിരുന്നു. സട്ടർ എയ്മിക്കൊപ്പം ജോയിൻ ചെയ്തു. പോകുന്ന വഴിയിൽ തന്റെ കാർ എവിടെയാണെന്ന് നോക്കുകയും ചെയ്യാമല്ലോ. സട്ടറും എയ്മിയും കുറേയധികം സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരത്തിൽ എയ്മിയുടെ പെരുമാറ്റവും നിഷ്കളങ്കതയും ഒക്കെ സട്ടറിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് സട്ടറിന് മാത്സ് ടീച്ചറുടെ അടുത്ത് നിന്ന് നല്ല വഴക്ക് കിട്ടി. സട്ടർ മാത്സ് എക്സാമിൽ അത്രമേൽ ഉഴപ്പിയിരുന്നു. അതിന്റെ പേരിലായിരുന്നു അത്. മാത്രമല്ല അവൻ ഹോംവർക്കും ചെയ്തിരുന്നില്ല. ടീച്ചർ സട്ടറിനോട് കാര്യമായി പറഞ്ഞു, നല്ല രീതിയിൽ മാത്സ് പഠിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിനക്കിവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആവാൻ പറ്റില്ല. എന്തു മറുപടി പറയണമെന്നറിയാതെ സട്ടർ മിണ്ടാതിരുന്നിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സട്ടർ കഫറ്റീരിയയിലേക്ക് പോയി. ആമി അവിടെ ഉണ്ടായിരുന്നു. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കെ മാത്സ് ടീച്ചറുമായി ഉണ്ടായ പ്രശ്നത്തെപ്പറ്റിയും മാത്സ് ടീച്ചറുടെ ഭീഷണിയെപ്പറ്റിയുമൊക്കെ സട്ടർ ആമിയോട് പറയുന്നുണ്ട്. ഏമി പ്രതീക്ഷ പകരുന്ന ഒരു ചിരി സട്ടറിന് കൊടുത്തു. മാത്സ് ഒക്കെ വെറും സില്ലി കേസാണ് എന്ന മട്ടിൽ പറയുകയും ചെയ്തു. ഏമി യഥാർത്ഥത്തിൽ വളരെ സ്മാർട്ടായ പഠിക്കാൻ മിടുക്കിയായ കുട്ടിയായിരുന്നു. അവർ സംസാരിച്ചിരിക്കെ അങ്ങോട്ടേക്ക് ഏമിയുടെ കൂട്ടുകാരി വന്നു. ഇരുവരോടും ഒരു ട്യൂട്ടറിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്നോ എന്ന് ചോദിച്ചു. സട്ടറിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നാലെ ഏമി കൂട്ടുകാരിക്കൊപ്പം പോവാനൊരുങ്ങി. പോകുന്നതിനു മുമ്പ് സട്ടർ ഏമിയോട് ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങി. മാത്സിൽ എന്തെങ്കിലും സംശയം വന്ന് ചോദിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. സ്കൂൾ ടൈമിന് ശേഷം സട്ടർ അടുത്തുള്ള ഒരു ക്ലോത്തിംഗ് സ്റ്റോറിൽ പാർട്ട് ടൈമായി ജോലി നോക്കിയിരുന്നു. പതിവ് പോലെ അവനെന്നും അവിടെ ജോലിക്ക് പോയി. പക്ഷേ ഇടയ്ക്കൊക്കെ മദ്യപിച്ച് ജോലി നോക്കുന്ന സട്ടറിന്റെ സ്വഭാവം പലപ്പോഴും പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു. അടുത്ത ദിവസം സട്ടർ അപ്രതീക്ഷിതമായി ഏമിയുടെ വീട്ടിലേക്ക് ചെന്നു. ഒന്നിച്ച് മാത്സ് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. സട്ടർ വന്നതിൽ ഏമിക്കും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഏമിയുടെ റൂം കണ്ട് സട്ടർ അതിശയിച്ചു. അതിൽ കോമിക്സും മാങ്കയും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ കുറെ കാർട്ടൂൺസും ഒക്കെ ഉണ്ടായിരുന്നു. ഏമി അതിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണെന്നത് സട്ടറിന്
സട്ടറിന് കൂടുതൽ അവളിൽ ആകർഷണമുണ്ടാക്കി. അന്ന് തിരികെ പോകുമ്പോ എയ്മി വായിച്ചുകൊണ്ടിരുന്ന അതേ കോമിക് ബുക്ക് സട്ടറും വാങ്ങി. അവൻ അത് തുറന്ന് വായിക്കാനും തുടങ്ങി. വീട്ടിൽ ആസ്വദിച്ച് കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കാസിഡിയുടെ മെസ്സേജ് വന്നത്. അടുത്ത ദിവസം ഉച്ചതിരിന് ഒരു കൂട്ടുകാരന്റെ പാർട്ടിയുണ്ട്, അതിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു മെസ്സേജ്. ഞാൻ എന്തായാലും ഉണ്ടാകും എന്ന് സട്ടർ മറുപടി കൊടുത്തു. സട്ടർ പിന്നാലെ ആ പാർട്ടിക്ക് എയ്മിയെയും ക്ഷണിച്ചു. എയ്മിയും വരാൻ സമ്മതിച്ചിരുന്നു. സട്ടർ എയ്മിക്കൊപ്പമായിരുന്നു പാർട്ടിക്ക് എത്തിയത്. അവരിരുവരെയും ഒന്നിച്ചു കണ്ട് കാസിഡിക്ക് കുറച്ച് അസൂയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും കാസിഡി അതൊന്നും പ്രകടിപ്പിച്ചില്ല. പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ സട്ടർ എയ്മിയോട് നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. എയ്മിക്കും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. സംസാരിച്ച് നടക്കുന്നതിനിടയിൽ ബാല്യകാലത്തെ പറ്റി സട്ടർ പറഞ്ഞു. എന്റെ അച്ഛൻ ചെറുപ്പത്തിലെ എന്നെയൊക്കെ ഉപേക്ഷിച്ചു പോയതാണ്. അന്നു മുതൽ അമ്മ അച്ഛനോട് സംസാരിക്കാൻ എന്നെ അനുവദിച്ചിട്ടില്ല. അച്ഛൻ എവിടെയാണെന്നോ എന്തു ചെയ്യുകയാണെന്നോ പോലും എനിക്കറിയുകയുമില്ല. അത് കേട്ടതും എയ്മിക്കും ഒരു കണക്ഷൻ തോന്നി. കാരണം അവളുടെ അച്ഛനും കുഞ്ഞുനാളിലെ അവളെ വിട്ട് പോയതായിരുന്നു. അന്നു മുതൽ അവളുടെ അമ്മ ഓവർ പ്രൊട്ടക്റ്റീവായി മാറി. എന്തിനേറെ പറയുന്നു, എയ്മിക്ക് ഫിലാഡൽഫിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ സ്കോളർഷിപ്പ് വരെ കിട്ടിയതായിരുന്നു. പക്ഷേ അവളുടെ അമ്മ അവളെ വിടാൻ കൂട്ടാക്കിയില്ല. അമ്മയെ നോക്കാൻ അവൾ അവിടെ വേണം എന്നാണ് അമ്മയുടെ നിലപാട്. സട്ടർ എയ്മിയെ അവസരം മുതലാക്കി ഉപദേശിച്ചു. ചിലപ്പോഴെങ്കിലും നീ ധൈര്യം കാണിക്കണം, നിന്റെ ലൈഫ് ചോയ്സ് തിരഞ്ഞെടുക്കാൻ പഠിക്കണം, അതിനുവേണ്ടി ശ്രമിക്കുകയെങ്കിലും വേണം. എയ്മി പുഞ്ചിരിയോടെ താൻ തീർച്ചയായും ശ്രമിക്കുമെന്ന് പറഞ്ഞു. അന്ന് അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിച്ചിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ഒരു ഹാങ് ഓവറിലായിരുന്നു സട്ടർ എഴുന്നേറ്റത്. എയ്മിക്കടുത്ത് സംസാരിച്ചതിനെ പറ്റിയും പ്രോംനേറ്റിൽ തന്റെ പാർട്ണറാവാൻ ആവശ്യപ്പെട്ട കാര്യവുമൊക്കെ ഞെട്ടലോടെ സട്ടർ അപ്പോഴാണ് ഓർക്കുന്നത്. അന്ന് സ്കൂളിലെത്തിയിട്ടും സട്ടർ എയ്മിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. രാത്രിയിൽ കാസിഡിയുടെ വീട്ടിലേക്ക് സട്ടർ പോയി. അവരൊന്നിച്ച് മദ്യപിച്ചു, ഒരുപാട് സംസാരിച്ചു. അവരൊരുമിച്ചുണ്ടായപ്പോഴുള്ള നല്ല നിമിഷങ്ങളെ പറ്റിയായിരുന്നു അവരുടെ സംസാരം മുഴുവൻ. തനിക്കിപ്പോഴും അവളോട് ഫീലിംഗ്സ് ഉണ്ടെന്ന് സട്ടർ ആ സമയം പറഞ്ഞു. പക്ഷേ കാസിഡി അവൻ പ്രതീക്ഷിച്ച പോലായിരുന്നില്ല പ്രതികരിച്ചത്. കാസിഡി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം നല്ല നിമിഷങ്ങളിൽ ജീവിക്കുക മാത്രമല്ല, ജീവിതമെന്ന് പറയുന്നത് ഫ്യൂച്ചർ കൂടി പ്ലാൻ ചെയ്യലായിരുന്നു. സട്ടറാകട്ടെ എപ്പോഴും അപ്പോഴപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന പയ്യനാണ്. നമ്മൾ ഒരുമിച്ച് നല്ലൊരു ഫ്യൂച്ചർ താൻ കാണുന്നില്ല എന്ന് കാസിഡി സട്ടറിനെ അറിയിക്കുകയും സട്ടറിനോട് പൊക്കോളാൻ പറയുകയും ചെയ്തു. കാസിഡി പ്രതീക്ഷിച്ച പോലെ നല്ലൊരു കാമുകനാവാൻ സാധിക്കാതെ പോയതിലുള്ള ഖേദം ആ സമയം സട്ടർ പങ്കുവെക്കുന്നുണ്ട്. പിന്നാലെ അവൻ അവിടെ നിന്ന് പോന്നു. ആ പാർട്ടിക്ക് ശേഷം സട്ടർ എയ്മിയെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എയ്മിയും അതിൽ ദുഃഖിക്കാൻ തുടങ്ങി. ഒരു ദിവസം എയ്മിയുടെ സുഹൃത്ത് സട്ടറിനെ കണ്ട് സംസാരിച്ചു. എയ്മി ഇപ്പോൾ ഒരുപാട് ദുഃഖിതയായാണ് കാണപ്പെടുന്നതെന്നും അതിന് കാരണം സട്ടറാണെന്നും എയ്മി എപ്പോഴും സന്തോഷവതിയായിരുന്ന പെൺകുട്ടിയായിരുന്നെന്നും എന്തിനാ അവളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് എന്നും കൂട്ടുകാരി സട്ടറിനോട് ചോദിച്ചു. പക്ഷേ സട്ടർ അതൊന്നും കെയർ ചെയ്യാതെ ആ കൂട്ടുകാരിയെയും വിട്ട് കാര്യമായ മറുപടിയും കൊടുക്കാതെ അവിടെ നിന്ന് പോന്നു. പക്ഷേ തിരികെ യാത്രയിൽ സട്ടറിനെന്തോ കുറ്റബോധം പോലെ തോന്നുന്നുണ്ടായിരുന്നു. വറീഡായി അവൻ എയ്മിയുടെ ഇടത്തേക്ക് തിരിച്ചു. എയ്മിയുടെ വീട്ടിൽ ചെന്ന് എയ്മിയെ കണ്ടു. സട്ടറിനെ കണ്ടതും എയ്മിക്ക് അത്രമേൽ സന്തോഷം തോന്നിയിരുന്നു. അവളിൽ നിന്ന് അകന്നു മാറി നടന്നതിന് സട്ടർ എയ്മിയോട് ക്ഷമ ചോദിച്ചു. അന്ന് സഹോദരിയുടെ വീട്ടിൽ വെച്ച് ഡിന്നർ കഴിക്കാൻ എയ്മിയെ അവൻ ക്ഷണിക്കുകയും ചെയ്തു. എയ്മിയും സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചിരുന്നു. ശേഷം അവരൊന്നിച്ച് വൈകുന്നേരത്തെ ഡിന്നറിന് പോയി. ഡിന്നർ സമയത്ത് താനെങ്ങനെയാണ് തന്റെ പ്രിയ ഭർത്താവിനെ കണ്ടുമുട്ടിയത് എന്നൊക്കെ സട്ടറിന്റെ ചേച്ചി വിവരിക്കുന്നുണ്ടായിരുന്നു. അവർ സന്തോഷത്തിലാണെന്നും അതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സട്ടർ സർക്കാസ്റ്റിക്കായി ഒരു കമന്റ് പറഞ്ഞു. അങ്ങനെ ഒരുപാടങ്ങ് സന്തോഷിക്കാൻ വരട്ടെ, യുഎസിൽ ഡിവോഴ്സ് റേറ്റുകളൊക്കെ നല്ല രീതിയിൽ കൂടുതൽ തന്നെയാ. പാരന്റ്സിന്റെ ഡിവോഴ്സ് വരെ ഒരു എക്സാമ്പിൾ എന്ന പോലെ അവൾക്ക് മുമ്പിലേക്ക് സട്ടർ പറഞ്ഞു വെക്കുകയും ചെയ്തു. ആ ഒരു നിമിഷത്തിൽ അവിടെയുള്ള എല്ലാവരുടെയും മൂഡ് ആകെ മാറി മറിഞ്ഞു. പക്ഷേ എയ്മി കാര്യങ്ങൾ സ്മൂത്താക്കാൻ മുന്നിട്ടിറങ്ങി. എത്രയൊക്കെ ഡിവോഴ്സ് റേറ്റ് ഉണ്ടെങ്കിലും തന്റെ ഫ്യൂച്ചർ മാരേജ് എന്തായാലും വളരെ മികച്ചതായിരിക്കും എന്ന പ്രതീക്ഷയായിരുന്നു എയ്മി മുമ്പോട്ട് വെച്ചത്. ഹോഴ്സ് ബ്രീഡറായ ഒരു ഭർത്താവിനെയാണ് തനിക്ക് വേണ്ടതെന്നും ഞാനേതെങ്കിലും ഓഫീസിൽ പണിയെടുക്കുകയായിരിക്കുമെന്നും ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊക്കെ ലൈഫിനെ കൂടുതൽ എന്റർടൈനിങ് ആക്കും. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോവും. എയ്മിയുടെ ആ പറച്ചിലൊക്കെ ഏവരെയും സന്തോഷിപ്പിച്ചു. മൊമെന്റ്സ് മാറി മറിഞ്ഞ് ഒന്നുകൂടി എല്ലാവരുടെയും മുഖത്ത് ചിരി വന്നു. അന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞപ്പോ സട്ടർ എയ്മിയുമായി പാർക്കിൽ പോയി. എയ്മിയുടെ ഏവരെയും ഇംപ്രസ് ചെയ്യിക്കാനുള്ള ആ കഴിവിനെയൊക്കെ സട്ടർ മതിക്കുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് ധൈര്യത്തോടെ സട്ടർ എയ്മിയെ പ്രപ്പോസ് ചെയ്തു. പണ്ട് മുതലേ സട്ടറിനെ ഇഷ്ടമായിരുന്ന എയ്മിയും പ്രപ്പോസൽ സ്വീകരിക്കുന്നുണ്ട്. അധികം വൈകാതെ സ്കൂളിൽ സട്ടറിന്റെയും എയ്മിയുടെയും റിലേഷൻഷിപ്പ് അതിനെപ്പറ്റിയുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യാൻ ആരംഭിച്ചു. കാസിഡിയെ പോലെ പോപ്പുലറായ ഒരു പെൺകുട്ടിയുമായി ബ്രേക്കപ്പ് ചെയ്ത ശേഷം സാധാരണ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ അധികമാരും ശ്രദ്ധിക്കും
ചിന്തിക്കാത്ത ഏമിയെപ്പോലൊരു പെൺകുട്ടിയെ സട്ടർ ഡേറ്റ് ചെയ്യുന്നത് അവന്റെ കൂട്ടുകാരവരെ അതിശയിപ്പിച്ചിരുന്നു. ഏമിക്കൊപ്പം താൻ വളരെയധികം കംഫോർട്ടബിൾ ആണെന്നും അതുകൊണ്ടാണ് ഏമിയോട് തനിക്ക് അത്രമേൽ ഇഷ്ടം തോന്നിയത് എന്നുമായിരുന്നു കൂട്ടുകാരുടെ ചോദ്യത്തിന് സട്ടറിന്റെ മറുപടി. അങ്ങനെ പ്രോംനേറ്റ് എത്തി. പ്രോംനേറ്റിൽ സട്ടർ ഏമിക്കൊപ്പമായിരുന്നു എത്തിയത്. അന്നവിടെ കാസിഡി മാർക്കസിനൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏമിക്കൊപ്പം ഇരുന്ന സട്ടർ അത് നോക്കിക്കണ്ടു. പക്ഷേ സട്ടറിന് തെല്ലും കുശുമ്പോ അസൂയയോ തോന്നിയില്ല. കാസിഡിയേക്കാൾ ബെറ്ററായ ഒരാളെ താൻ കണ്ടെത്തി എന്ന് തന്നെയായിരുന്നു സട്ടറിന് തോന്നിക്കൊണ്ടിരുന്നത്. അടുത്ത ദിവസം ഏമി സട്ടറിനെ കാണുമ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു ചിരിയുണ്ടായിരുന്നു. സട്ടർ കാര്യം തിരക്കി. ഏമി പറഞ്ഞു, സട്ടർ മുമ്പ് പറഞ്ഞില്ലേ ഞാൻ ധൈര്യത്തോടെ ചോയ്സുകൾ തിരഞ്ഞെടുക്കണമെന്ന്. അവൾ അമ്മയോട് സംസാരിച്ചെന്നും ഫിലാഡൽഫിയയിൽ പഠിക്കാൻ പോവാനുള്ള പെർമിഷൻ നേടിയെടുത്തു എന്നും സന്തോഷത്തോടെ സട്ടറിനോട് പറഞ്ഞു. തന്റെ കൂടെ ഫിലാഡൽഫിയയിലേക്ക് വരാനും അവിടെ ജൂനിയർ കോളേജിൽ ജോയിൻ ചെയ്യാമോ എന്നും ഏമി ചോദിച്ചു. വലിയ ഉറപ്പൊന്നുമില്ലാതെ സട്ടർ തലകുലുക്കുന്നുണ്ട്. അന്ന് ഏമി സട്ടറിനും സട്ടറിന്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമില്ലേ, സട്ടറിനോടും ധൈര്യം കാണിക്കാനും അമ്മയോട് അച്ഛനെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കാനും ആവശ്യപ്പെട്ടു. ആദ്യമൊക്കെ സട്ടർ മടിച്ചെങ്കിലും ഏമി നിർബന്ധിച്ചപ്പോ സട്ടർ അതിന് തയ്യാറാവുകയാണ്. അമ്മയുടെ ജോലി സ്ഥലത്തെത്തി സട്ടർ തന്റെ അച്ഛന്റെ വെയറബൌട്ട്സിനെ പറ്റി ചോദിച്ചു. പക്ഷേ അമ്മ ഒന്നും പറയാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ആവർത്തിച്ചു ചോദിച്ചെങ്കിലും അമ്മ ഒന്നും വിട്ടുപറഞ്ഞില്ല. പക്ഷേ സട്ടർ തോറ്റു പിന്മാറാൻ ഇത്തവണ ഒരുക്കമായിരുന്നില്ല. സട്ടർ തന്റെ സഹോദരിയുടെ അടുത്ത് ചെന്നു. സഹോദരിക്കടുത്ത് സട്ടറിന് ഒരുപാട് അപേക്ഷിക്കേണ്ടിയൊന്നും വന്നില്ല. അച്ഛന്റെ അഡ്രസ്സും മറ്റും സഹോദരി സട്ടറിന് കൊടുത്തു. അങ്ങനെ ഇരിക്കുകയായിരുന്നു സ്കൂളിലെ ലോങ് വെക്കേഷൻ വന്നത്. സട്ടർ ഏമിയെയും കൂട്ടി തന്റെ അച്ഛനെ കാണുവാൻ പുറപ്പെട്ടു. ഒരു ബേസ്ബോൾ ഗെയിം ഒന്നിച്ച് കാണാൻ പോകാനുള്ള അറേഞ്ച്മെന്റ് സട്ടർ അച്ഛനൊപ്പം അറേഞ്ച് ചെയ്തിരുന്നു. അവരെങ്ങനെ സട്ടറിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. പക്ഷെ മദ്യപിച്ച് മതോന്മത്തനായിട്ടായിരുന്നു സട്ടറിന്റെ അച്ഛൻ വാതിൽ തുറന്നത്. അച്ഛനെ കണ്ടി അവൻ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്ലാനിന്റെ കാര്യമടക്കം ടോമി എന്ന പേരുള്ള അവന്റെ അച്ഛൻ മറന്നുപോയിരുന്നു. സട്ടറിന് ചെറിയ ദേഷ്യം വന്നു. ശേഷം അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയത് അടുത്തുള്ള ബാറിലേക്കായിരുന്നു. അവർ അവിടെ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും മറ്റും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛനെ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും സട്ടർ പ്രതീക്ഷിച്ചിരുന്നതല്ല. അവന്റെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ തന്റെ അച്ഛന്റെ കഥയൊക്കെ കേട്ടതും അവന്റെ മുഖത്തെ സന്തോഷമൊക്കെ മാറി. മറ്റൊരു പെണ്ണിനു വേണ്ടി അമ്മയെയും അവരെയും ഒക്കെ ഉപേക്ഷിച്ച് അച്ഛൻ ഇറങ്ങിപ്പോന്നതാണത്രേ. സട്ടറിനോടും ഏമിയോടും പാർക്കിംഗ് ലോട്ടിൽ വെയിറ്റ് ചെയ്യാൻ സട്ടറിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടു. കുറച്ചു കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വന്നോളാം എന്നും പറഞ്ഞു. അയാൾ ഒരു ലേഡിക്കൊപ്പം പോകുന്നതും സട്ടർ നോക്കിക്കണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞ പോലെ സട്ടർ വെയിറ്റ് ചെയ്തു. മണിക്കൂറുകൾ കടന്നുപോയി. എന്നിട്ടും അയാൾ വന്നിരുന്നില്ല. വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി സട്ടർ തിരികെ അതേ ബാറിലേക്ക് പോയി. അവിടെ എത്തിയപ്പോ സട്ടർ കണ്ടത് തങ്ങളുടെ കാര്യം തന്നെ മറന്ന് അവിടെ മദ്യപിച്ച് കൂത്താടി നിൽക്കുന്ന അച്ഛനെയായിരുന്നു. സട്ടറിന് വളരെയധികം ദേഷ്യം ഇരച്ചു കയറി വന്നു. അവിടെ നിന്ന് കാറുമെടുത്ത് സട്ടർ പോരാൻ തുടങ്ങി. ഏമി പറഞ്ഞത് കാരണമാണ് തനിക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊരു തോന്നൽ സട്ടറിനുണ്ടായിരുന്നു. മാത്രമല്ല തന്റെ കൂടെ വന്ന് തന്റെ ആ അവസ്ഥയൊക്കെ ഏമി കണ്ടതിൽ സട്ടറിന് വലിയ നാണക്കേടും തോന്നിയിരുന്നു. ഏമി സട്ടറിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സട്ടർ ദേഷ്യം കൊണ്ട് വിറച്ച് ഏമിയോട് അലറുകയായിരുന്നു ചെയ്തത്. സഹതാപം കൊണ്ട് മാത്രമാണ് ഏമി തന്റെ കൂടെ നിൽക്കുന്നത്, തന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ സട്ടർ പറഞ്ഞു. അങ്ങനല്ലെന്നും താൻ സട്ടറിനെ പ്രണയിക്കുന്നുണ്ട് എന്നുമൊക്കെ ഏമി പറഞ്ഞിട്ടും അതൊന്നും അവന്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. സട്ടർ ഏമിയോട് ദേഷ്യപ്പെട്ട് കാർ മുമ്പോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. വാക്കുതർക്കത്തിൽ പെട്ടെന്നൊരു കാർ മുമ്പിൽ വന്നപ്പോ സട്ടറിന്റെ കാറിന്റെ നിയന്ത്രണം വിട്ടു. എന്നാലും അപകടമൊന്നും സംഭവിക്കാതെ കാർ ഒതുക്കി നിർത്താൻ സട്ടറിന് സാധിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാലും സട്ടറിന്റെ ദേഷ്യം അടങ്ങിയതേയില്ല. ദേഷ്യത്തിൽ അവളോട് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ സട്ടർ പറഞ്ഞു. തനിക്ക് തനിയിരിക്കണം എന്നും ആവശ്യപ്പെട്ടു. ഏമി കാറിൽ നിന്ന് വെളിയിലിറങ്ങി സട്ടറിനെ വേദനയോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. പുറത്തേക്കിറങ്ങിയതും ഏമിയെ ഒരു കാറ് വന്നിടിച്ചു വീഴ്ത്തി. ഭാഗ്യവശാൽ ഒരു കൈയൊടിയൽ മാത്രം അവശേഷിച്ചുകൊണ്ട് ഏമി ആ അപകടം സർവൈവ് ചെയ്തു. നടന്ന കാര്യങ്ങളിൽ സട്ടറിന് വലിയ കുറ്റബോധം തോന്നിയിരുന്നു. ഏമിയെ ഫേസ് ചെയ്യാൻ സട്ടറിന് മടി തോന്നി. ദിവസങ്ങൾ കടന്നുപോന്നു. ഒടുവിൽ ധൈര്യം വീണ്ടെടുത്ത് സട്ടർ ഏമിയെ കാണാൻ ഏമിയുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ ഏമി സന്തോഷത്തോടെയായിരുന്നു സട്ടറിനെ എതിരേറ്റത്. സട്ടറിനെ കണ്ടി അവൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു. സട്ടർ ക്ഷമ ചോദിച്ചു. ഏമി ക്ഷമ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രാജുവേഷൻ സെറമണിയുടെ ദിവസം എത്തി. ഒരു തരത്തിൽ ഗ്രാജുവേഷൻ നേടിയെടുത്ത് പാസ്സാവാൻ സട്ടറിന് സാധിച്ചിരുന്നു. വലിയ മാർക്കൊന്നുമില്ല. എന്നിരുന്നാലും അവന് സന്തോഷമായിരുന്നു. ഏമി മദ്യപിക്കാൻ സട്ടറിനടുക്കൽ വിളിച്ചെങ്കിലും സട്ടർ അതിന് വിസമ്മതിച്ചു. പിന്നാലെ കാസിഡി വന്ന് സട്ടറിനോട് സംസാരിച്ചു.
മാർക്കസിനൊപ്പം കാലിഫോർണിയയിലെ ഒരു കോളേജിൽ പഠിക്കാൻ താൻ പോവുകയാണെന്നും സന്തോഷത്തോടെ ഇരിക്കാനും അവൾ സട്ടറിനോട് പറഞ്ഞു. നീയായിരുന്നു എന്റെ ഏറ്റവും നല്ല എക്സ് ബോയ് ഫ്രണ്ട് എന്നും അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വൈകാതെ അവർ പരസ്പരം യാത്ര പറഞ്ഞു പിരിഞ്ഞു. അടുത്ത ദിവസം ജോലിസ്ഥലത്തെ മാനേജർ സട്ടറിനെ വിളിച്ചിരുന്നു. സട്ടർ മാനേജറെ ചെന്ന് മീറ്റ് ചെയ്തു. സെയിൽസിലെ കുറവ് കാരണം ചിലവ് കുറയ്ക്കാൻ എംപ്ലോയീസിനെ പിരിച്ചുവിടേണ്ടുന്ന നിർബന്ധിതാവസ്ഥ അവർക്ക് വന്നിരുന്നു. സട്ടർ നല്ലൊരു എംപ്ലോയി ആയതുകൊണ്ട് സട്ടറിനെ കീപ്പ് ചെയ്യണം എന്നാണ് മാനേജർക്കുള്ളത്. പക്ഷേ സട്ടറിന്റെ മദ്യപാനശീലം ഉപേക്ഷിച്ചു നിന്നാൽ സട്ടറിനെ ജോലിയിൽ തുടരാൻ അനുവദിക്കാം എന്ന് മാനേജർ പറഞ്ഞു. പക്ഷേ സട്ടറിന് ആ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സട്ടർ റിസൈൻ ചെയ്തിറങ്ങുകയാണ്. തുടർച്ചയായി നടക്കുന്ന മോശം കാര്യങ്ങളിൽ സട്ടർ തകർന്നു പോകുന്നുണ്ടായിരുന്നില്ല. തന്റെ മെച്യൂരിറ്റി ജീവിതം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സട്ടർ കരുതി. അന്നായിരുന്നു എയ്മി സട്ടറിനായി ഫിലാഡൽഫിയയിലേക്ക് പോവാനായി ബസ് സ്റ്റേഷനിൽ കാത്തുനിന്നിരുന്നത്. സട്ടർ അങ്ങോട്ടേക്ക് ചെന്നു. പുറത്തുനിന്ന് എയ്മിയെ നോക്കിക്കണ്ടു. അവളോട് സംസാരിക്കാൻ പോലും നിൽക്കാതെ സട്ടർ അവിടെ നിന്ന് കാറോടിച്ച് നേരെ ബാറിലേക്ക് പോയി. ഒരുപാട് മദ്യപിച്ചു. തിരികെയുള്ള യാത്രയിൽ തന്റെ യുവത്വത്തെപ്പറ്റിയും തന്റെ ആ കാലയളവിനെ പറ്റിയുമൊക്കെ സട്ടർ ആലോചിക്കുന്നുണ്ടായിരുന്നു. എയ്മിക്ക് താൻ ചേർന്നവനല്ല എന്നൊരു തോന്നലൊക്കെ സട്ടറിന്റെ ഉള്ളിൽ വന്നു നിറഞ്ഞിരുന്നു. ഭാവിയുള്ള എയ്മിയെ താഴോട്ട് പിടിച്ചു വലിക്കലാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സട്ടറിന് തോന്നുകയും ചെയ്തിരുന്നു. ആലോചനയിൽ ദേഷ്യത്തിലും സങ്കടത്തിലും മുഴുകി കാറോടിച്ച് അവൻ മദ്യവെച്ച വീടിന്റെ മെയിൽ ബോക്സ് ഇടിച്ചു തകർത്തു. അടക്കി വെച്ചിരുന്ന അവന്റെ എല്ലാ ദേഷ്യവും സങ്കടങ്ങളും വികാരങ്ങളും പൊട്ടിപ്പുറത്തു വരുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു, നഷ്ടബോധത്തിലായിരുന്നു. തന്റെ അമ്മയ്ക്കടുത്ത് അവൻ ജീവിതത്തിലെ ഓരോ കാര്യവും പറഞ്ഞ് തട്ടിക്കയറി. പക്ഷേ അവന്റെ അമ്മ അവനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ മോശമാണെങ്കിലും എന്റെ മകൻ എത്ര വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും താൻ എപ്പോഴും തന്റെ മകന്റെ കൂടെ നിൽക്കുമെന്നും അവനെ സപ്പോർട്ട് ചെയ്യുമെന്നും അവനെ സ്നേഹിക്കുമെന്നും അമ്മ അവനോടായി പറഞ്ഞു. സട്ടറിന് ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. ശേഷം തന്റെ ജീവിതം ഒന്നുകൂടി സട്ടർ വിലയിരുത്തി. കോളേജ് ആപ്ലിക്കേഷനിലെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ സട്ടറിന് ബാക്കിയുണ്ടായിരുന്നു. സബ്മിഷൻ ഡെഡ്ലൈൻ അവൻ മിസ് ചെയ്തെങ്കിലും അവനതെഴുതി പൂർത്തിയാക്കി. തന്റെ ജീവിതത്തിലെ ഇതുവരെയുണ്ടായ ഓരോ കാര്യങ്ങളും ആലോചിച്ച് പരാജയപ്പെടുമോ എന്നുള്ള തന്റെ ഉള്ളിലെ ഭീതിയെപ്പറ്റിയും കൗമാരത്തിൽ താൻ ഒഴിവാക്കപ്പെട്ടതിനെ പറ്റിയും താഴ്ത്തി കെട്ടപ്പെട്ടതിനെ പറ്റിയും ഒക്കെ അവൻ എഴുതി. അതിനൊക്കെ അവൻ അന്നൊക്കെ ഏവരെയും എല്ലാവരെയുമായിരുന്നു കുറ്റം പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു മൊമെന്റിൽ അവൻ തിരിച്ചറിഞ്ഞു, മറ്റുള്ളവരല്ല, ഞാൻ തന്നെയാണ് ഇതിൽ പ്രശ്നക്കാരൻ. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും വരുന്നത് നമ്മിൽ നിന്ന് തന്നെയാണ്. അത് പരിഹരിക്കാനും നമുക്ക് തന്നെയേ സാധിക്കുകയുള്ളൂ. സട്ടറിന്റെ ജീവിതത്തിലെ വലിയ തിരിച്ചറിവായിരുന്നു അത്. അത് മുഴുവനായും തന്റെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിൽ അവൻ എഴുതി ചേർത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സട്ടർ ഫിലാഡൽഫിയയിലേക്ക് എത്തി. ക്ലാസ് കഴിഞ്ഞ് പോവുകയായിരുന്ന എയ്മിയെ കണ്ടു. അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. സട്ടറിന്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്ത പോലെ എന്നാൽ സ്നേഹമുള്ള പോലെ വല്ലാത്തൊരു നോട്ടം എയ്മി സട്ടറിനെ നോക്കുന്നുണ്ടായിരുന്നു. എയ്മി സട്ടറിനെ സ്വീകരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സട്ടറിന്റെ ജീവിതത്തിലൂടെയുള്ള ഈ ചെറു കാലയളവിലെ യാത്ര പറഞ്ഞ ദ സ്പെക്ടാക്കുലർ നവ് എന്ന ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.